ലേക്ക് കടന്നു വരുമ്പോൾ, ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തൊരു അധ്യായത്തെ നമുക്ക് മാനുഷ്യമായി കാണുവാൻ സാധിക്കും. പക്ഷേ 2-ാം അധ്യായം തുറക്കുമ്പോൾ യഹോവ എനിക്ക് ഉത്തരമരുളിയത്. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്ക് ദൈവാത്മാവ് ചില വ്യക്തികൾക്ക് ഉത്തരം തരാൻ പോകുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം എടുക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നോക്കണമേ, ദൈവത്തിൻ്റെ ആലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു സക്കറിയാവ്. അവരുടെ ചരിത്രം നമുക്കറിയാം. നാളുകളായി, ആണ്ടുകളായി അവർക്ക് തലമുറയില്ലാതെ ഭാരപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകൾ അനുഭവിച്ച് രണ്ടുപേരും വയോവൃദ്ധരായി നിൽക്കുന്ന സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. എങ്കിലും അവരുടേതായിരിക്കുന്ന വ്യക്തിപരമായ വിഷയത്തിന് മറുപടി ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ പ്രാർത്ഥനയ്ക്കോ വിശ്വാസത്തിനോ യാതൊരു താളവും തെറ്റാതെ ദൈവസനിൽ വിശ്വസ്തയോടെ നിന്ന ആ സക്കറിയ പുരോഹിതന്റെയും എലിശബത്തിന്റെയും പ്രാർത്ഥനയ്ക്ക് ദൈവം തക്ക സമയത്ത് ഉത്തരം കൊടുത്തതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആലയത്തിനകത്ത് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്റെ ഹല്ലേലൂയ അടുത്ത് ദൂതൻ കടന്നു വന്ന് പുരോഹിതനെ തട്ടി ഉണർത്തിയിട്ട് പറയുകയാണ്: സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഈ ആണ്ടിൽ തന്നെ, ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കർത്താവ് മറുപടി തരുന്ന ദൈവമാണ്. അപ്പോൾ മറുപടി തരുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് മഹത്വപ്പെടുത്താം. അപ്പോൾ തന്നെ മറുപടി നൽകിയപ്പോൾ സ്തോത്രം, എലിശബത്തിനും സക്കറിയാവിനും ലഭിച്ച വലിയൊരു വിടുതൽ എന്താണ് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാനിടയായി തീർന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ എനിക്കും നിങ്ങൾക്കും നിന്നയുണ്ടെങ്കിൽ ആ നിന്നയെ എൻ്റെ ദൈവം മാറ്റി എഴുതുവാനിടയായിത്തീരും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആരെങ്കിലും നിന്ദിച്ച് നമ്മളെ അപമാനിച്ച് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തിപരമായ വിഷയത്തിന് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ എൻ്റെ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിങ്ങളെ ആദരിക്കാൻ പോകുകയാണ്. ആ മറുപടി ലഭിക്കുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന നിന്നയെ എൻ്റെ കർത്താവ് മാറ്റുവാനിടയായിത്തീരും. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ, ഈ ആണ്ടിൽ സംഭവിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി സന്തോഷിക്കുന്ന ഒരനുഭവമായി മാറട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ മെസ്സേജസ് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.